Good morning and welcome back to my channel Freak Jesus guys. അപ്പോൾ രാവിലെ നമ്മൾ എഴുന്നേറ്റതേ ഉള്ളൂ. നിങ്ങൾ എഴുന്നേറ്റ് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്തെന്ന് വെച്ചാൽ, നമ്മുടെ മെയിൻ പരിപാടി എന്ന് വെച്ചാൽ എൻ്റെ ബ്രാൻഡ്, അതായത് എനിക്ക് ZH എന്ന് പറഞ്ഞൊരു ക്ലോത്തിങ് ബ്രാൻഡുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ അറിയായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടിയിട്ട് എനിക്ക് ZH എന്ന് പറഞ്ഞൊരു ക്ലോത്തിങ് ബ്രാൻഡുണ്ട്, ZH. അപ്പോൾ ആ ബ്രാൻഡിൻ്റെ പ്രൊമോഷൻ അല്ലെങ്കിൽ ആ ബ്രാൻഡിൻ്റെ നമ്മുടെ ക്ലോത്തിങ്, നമ്മുടെ ഫാബ്രിക് എന്താണ് നിങ്ങൾ മേടിക്കുന്നത്. ഇപ്പം നിങ്ങൾ എൻ്റെ നിന്ന് ZH എന്ന ബ്രാൻഡിൻ്റെ ക്ലോത്തിങ് മേടിക്കുകയാണെങ്കിൽ വാട്ട് ആർ യു ഗൈസ് ബൈയിങ്, വാട്ട് ആർ യു ഗൈസ് ഗെറ്റിംഗ്, വാട്ട് ആർ യു ഗൈസ് വെയറിങ് എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽ ബ്രീഫിംഗ് ഞാൻ നിങ്ങളോട് പറയുന്നതാണ്. അപ്പോൾ അതായിരിക്കും ഇന്നത്തെ മെയിൻ സംഭവം. പിന്നെ ബാക്കി കാര്യങ്ങൾ നമുക്ക് വഴിയേ കാണാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ ഒന്ന് എഴുന്നേക്കട്ടെ. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഗൈസ്, ഇതിനിടയ്ക്ക് ഞാൻ പെട്ടെന്ന് മിലിക്കുട്ടിയെ കാണിച്ചു തരാം. നമ്മുടെ മിലിക്കുട്ടി അവിടെ, മിലിക്കുട്ടി ഗൈസ്, ഞാൻ പലപ്പോഴും ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മളുടെ ഈ ഔട്ട് വരുമ്പോഴേ, നമ്മൾ ഈ വീഡിയോ എല്ലാം എടുത്ത് ഇതിൻ്റെ ഔട്ട് വരുമ്പം എപ്പോഴും ഞാൻ നിങ്ങളെ നോക്കുന്ന പോലെ അല്ല, അതായത് ക്യാമറ നോക്കുന്ന പോലെ, വേറെ എങ്ങോട്ട് തെക്ക് വടക്കനെ നോക്കുന്ന പോലെ ഒരു ഫീലിംഗ്, മനസ്സിലായില്ലേ? അതായത് ഞാൻ വേറെ അങ്ങോട്ടും നോക്കുന്നത് പോലെ ഒരു തോന്നൽ, നിങ്ങളെല്ലാം നോക്കുന്നത് എന്നൊരു തോന്നൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതെന്താണ് സംഭവം എന്ന് എനിക്ക് ആദ്യമൊന്നും പിടികിട്ടിട്ടില്ല. ഇപ്പോഴാണ് കാര്യം പിടികിട്ടിയത്. നമ്മൾ ഈ പനോറമിക്കായിട്ട് എടുക്കുമ്പം എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മൾ നോക്കുന്നത് സെൽഫി ക്യാമാണല്ലോ. സെൽഫി ക്യാം ആകുമ്പോൾ നമ്മളെ തന്നെയാണ് നോക്കുന്നത്, അല്ലേ? സ്വാഭാവികമായിട്ടും നമ്മളെ തന്നെയാണ് നോക്കുന്നത്. അപ്പോൾ പറ്റുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ക്യാമറ നോക്കുന്നത്, ക്യാമറ മൊബൈലിൽ ഏറ്റവും മുകളിലാണല്ലോ. അപ്പോൾ ക്യാമറ മൊബൈലിൽ ഏറ്റവും മുകളിലാകുമ്പോൾ നമ്മൾ നോക്കുന്നത് നമ്മളെ തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോ ഔട്ട് വരുമ്പോഴുള്ള പ്രശ്നം, നമ്മളെ തന്നെ നോക്കുമ്പോൾ എങ്ങോട്ടോ നോക്കുന്ന പോലെ തോന്നും. അപ്പോൾ സംഭവം എനിക്ക് പറയാനുള്ളത് ഗൈസ്, നിങ്ങളിനി വ്ളോഗ് ചെയ്യുന്നയോ അല്ലെങ്കിൽ വീഡിയോ എടുക്കുന്ന ആളുകളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് മിക്കവർക്ക് ഇത് ഓൾറെഡി അറിയായിരിക്കും, എനിക്ക് മാത്രമായിരിക്കും അറിഞ്ഞൂടാതായിരിക്കും. എന്നാലും അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടി പറയുകയാണ്, നിങ്ങളിനി എടുക്കുമ്പം ഈ ക്യാമറയിലോട്ട് നോക്കുക, മനസ്സിലായില്ലേ? നിങ്ങളെ തന്നെ നോക്കല്ലേ. നിങ്ങളെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങോട്ടോ നോക്കുന്ന പോലെ തോന്നും, മനസ്സിലായില്ലേ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ എന്നെ തന്നെ നോക്കാൻ പോവാണ്. ഓക്കെ ഗൈസ്, ഞാനിപ്പോൾ എന്നെ നോക്കി സംസാരിക്കണം. അപ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി സംസാരിക്കുമ്പോഴുണ്ട്, അല്ലേ? പക്ഷെ ഇപ്പം ഞാൻ ക്യാമറയിലാണ് നോക്കുന്നത്. ക്യാമറ നോക്കി സംസാരിക്കുമ്പോൾ നിങ്ങളെ നോക്കി സംസാരിക്കുമ്പോൾ തോന്നും. അതുകൊണ്ട് ഗൈസ്, നിങ്ങളിനി വീഡിയോ എടുക്കുമ്പോൾ, വ്ളോഗ് എന്നല്ല, എന്ത് വീഡിയോ എടുക്കുമ്പോഴും നിങ്ങളിതുപോലെ മൊബൈലിലെ ക്യാമറ എവിടെയാണോ അവിടെ നോക്കി സംസാരിക്കണം. സെറ്റല്ലേ? ഓക്കെ, അപ്പോൾ എനിക്കിനി കുറച്ച് തുണി വിരിക്കാനുണ്ട്. തുണി വിരിച്ച് കഴിഞ്ഞ് കുറച്ച് പണികളുണ്ട്. അത് കഴിഞ്ഞ് ഒരു കുളി പാസ്സാക്കി കഴിഞ്ഞ് നമ്മൾ ഇന്നത്തെ വ്ളോഗിൻ്റെ പരിപാടികൾ സെറ്റ് ചെയ്യുന്നു, എന്നിട്ട് വ്ളോഗ് തുടങ്ങുന്നു. ഓക്കെ, അപ്പോൾ ശരി, കാണാം ഗൈസ്. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ഐ ആം വെരി സോറി. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ദിവസം ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാനല്ല ഉദ്ദേശിച്ചിരുന്നത്. നമ്മളുടെ അഹമ്മദാബാദിലെ പ്ലെയിൻ ക്രാഷിൻ്റെ കാര്യം എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. അപ്പം ആ പ്ലെയിൻ ക്രാഷിൽ പ്ലെയിനിലുണ്ടായിരുന്ന പാസഞ്ചേഴ്സും പിന്നെ ആ ഹോസ്റ്റലിൽ ആ പ്ലെയിൻ വീണ ബിൽഡിങ്ങിലെ ആളുകളും എല്ലാം കൂടെ ചേർത്ത് 240 ആൾക്കാർ മരണപ്പെട്ടു. അപ്പോൾ അവർക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യണം എന്നായിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷേ രാവിലത്തെ ആ ഒരു തന്ത്രപ്പാടിൽ അതങ്ങ് വിട്ടുപോയി. ഞാൻ ആ രാവിലെ എണീച്ച് വെപ്രാളത്തിൽ അതൊന്നും നടന്നില്ല ഗൈസ്. ഞാൻ രാവിലെ എണീച്ചു, വീഡിയോ ചെയ്തു, അങ്ങ് മുന്നോട്ട് പോയി. അതുകൊണ്ട് അത് വിട്ടുപോയതാണ് ഗൈസ്. ഐ എം റിയലി സോറി. അപ്പം നമുക്ക് അത് ഇപ്പോഴെങ്കിലും അത് അനുസ്മരിക്കാം. മരണപ്പെട്ട ആളുകളും അവരുടെ ഫാമിലിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം. അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ അതും ചെയ്തു കൊടുക്കുക. അതായത് ആരായാലും, ലോകത്ത് എവിടെയുള്ളതാണെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ ചെയ്തു കൊടുക്കുക. ഇനി അതല്ല, അങ്ങനെയൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഓക്കെ ഗൈസ്, അപ്പം അത്രേ ഉള്ളൂ. ഇനി നമുക്ക് ബാക്കി നമ്മുടെ പരിപാടികളായിട്ട് മുന്നോട്ട് പോകാം.
കണ്ടു ഗൈസ്, ഇതാണ് ജെറീന, എൻ്റെ ഭാര്യ. ഇൻട്രൊഡ്യൂസിങ് ജെറീന. ബിരിയാണി കഴിക്കുന്നത് ജെറീന. ബിരിയാണി കഴിച്ച് തീർത്തോ? ഇതാണ് ജെറീന. മിന്നൽ സ്പീഡിലാണ് ബിരിയാണി കഴിക്കുന്നത്. സുന്ദരിയാ പക്ഷേ. ഓ എൻ്റെ പൊന്നോ, എന്നാ ഭംഗിയാ എൻ്റെ പൊന്നോ. ചുമ്മാതാണോ ഞാൻ വീണത് എൻ്റെ പൊന്നോ? പല്ല് തേച്ചായിരുന്നു രാവിലെ മക്കളെ. പപ്പടം പിടിച്ചുകൊണ്ടിരുന്നുള്ള ആ ഇരിപ്പ് കണ്ടില്ലേ? കുറച്ചുകൂടി ഉണ്ട് കഴി. ക്ഷീണിച്ച് ഇടയായിട്ട്. നമ്മുടെ ബിരിയാണിയുടെ ഷെഫ് ആ കിച്ചനുള്ളിലുണ്ട്. അതായത് എൻ്റെ അമ്മ, ഇത് എൻ്റെ ഭാര്യ സെറി. ഈ കിച്ചനുള്ളിൽ എൻ്റെ അമ്മയുണ്ട്. നാണക്കാരിയാ അമ്മ. നീയല്ല, നിനക്ക് നാണമില്ല. ഓക്കെ ഗൈസ്, നമുക്ക് പിന്നെ കാണാം. ഷെഫിനെ പരിചയപ്പെടുത്തിട്ടിങ്ങ് ബാ. ഗൈസ്, ബിരിയാണി ഉണ്ടാക്കിയ ഷെഫിനെ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇതാണ് ഗൈസ് ബിരിയാണി ഉണ്ടാക്കിയ ഷെഫ്. ഇതാണ് എൻ്റെ മമ്മ്. ബിരിയാണി ഉണ്ടാക്കിയ നമ്മുടെ മാസ്റ്റർ ഷെഫാണ് മമ്മ്. വയസ്സായ അങ്ങനെയാണ് വയസ്സിത്തള്ളയാവും, പിന്നെ ചെറുപ്പക്കാരിയായിട്ട് ഇരിക്കത്തില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് ഷെഫ്, മാസ്റ്റർ ഷെഫ്. ബിരിയാണി ഉണ്ടാക്കിയ, സൂപ്പർ ബിരിയാണി ഉണ്ടാക്കിയ മാസ്റ്റർ. എന്ത് മമ്മ? പിന്നെ ഐശ്വര്യ റായുടെ ഞാൻ വെട്ടി ഒട്ടിക്കിട്ടെ മുഖത്ത്. ഇവിടെ കഴിഞ്ഞിട്ടില്ല ഗൈസ്, ഇതിവിടെ ഉണ്ടൊന്നും തീരില്ല ഗൈസ്. കഴിക്കുന്നതിൻ്റെ ആ ഒരു ഭംഗി. ഇപ്പം നോക്കി അതെടുത്ത് വായിലോട്ട് വയ്ക്കുമ്പം ഇംഗ്ലീഷുകാർ തോറ്റുപോകും. അത് നോക്കട്ടെ ഒരു ചെയ് നോക്കട്ടെ. അല്ല അത് അത് വേണം പ്ലീസ്, അത് വേണം. അങ്ങനെ കളിയാക്കൂല. എൻ്റെ പൊന്നോ, എനിക്ക് വയ്യ. കഴിച്ചു കഴിഞ്ഞപ്പോഴേ മതിയാ? ഓക്കെ ഗൈസ്, നമ്മുടെ ഷെഫ് പിന്നെയും വന്നിരിക്കുകയാണ്, കണ്ടില്ലേ? അപ്പോൾ ഓക്കെ ഗൈസ്, നമുക്ക് പിന്നെ കാണാം. മുകളിൽ എന്താ അവസ്ഥയാണ് നമുക്കൊന്ന് പോയി നോക്കാം ഗൈസ്. കിട്ടുകുട്ട വന്നിട്ടുണ്ട്. കിട്ടുവിൻ്റെ മുറിയിലോട്ട് കയറാൻ പോവാം. കിട്ടുകുട്ടൻ തിരിച്ച് വന്നു ഗൈസ്. വീക്കെൻഡ്സ് ആകുമ്പോൾ കിട്ടുകുട്ടൻ വരും നമ്മളോട് ചില്ല് ചെയ്യാൻ. നമ്മളിന്ന് ചില്ല് ചെയ്യാൻ പോകുന്നത്. ഈ സീറ്റിലുണ്ടോ? നല്ല ചില്ലായിട്ടുണ്ടല്ലോ. ഉണ്ടോ? നാളെ ബില്ലാണ് പറഞ്ഞത്. ഞാൻ തിരിച്ചു വന്നിരിക്കുകയാണ് ഗൈസ്. വേറെ ഒന്നും കൊണ്ടല്ല, മമ്മ എന്തോ ഒരു സ്വീറ്റ്, എന്തോ ഒരു പലഹാരം അവിടെ ഉണ്ടാക്കുന്നുണ്ട്. അതെന്തോന്ന് നമുക്ക് പോയി നോക്കണം. അപ്പം നമുക്ക് പോയി നോക്കാം. ഓക്കെ, മമ്മ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലത്തെ നല്ല അടിപൊളി പലഹാരങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഇപ്പം എന്തോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താ സംഭവം മനസ്സിലാവില്ല. എന്തോ തട്ടിക്കൂട്ട് പരിപാടിയാണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് പോയി നോക്കിക്കളയാം ഗൈസ്. ഓക്കെ, എന്താ മമ്മ ഉണ്ടാക്കുന്നേ? അങ്ങനെ പറയില്ലേ, സ്വന്തമായിട്ടൊന്ന് പറ. സ്വന്തമായിട്ടൊന്നൊരു പേരുമൊക്കെ പറയണം. ഇങ്ങനെയൊക്കെ തന്നെ യൂട്യൂബിലുള്ളവർ പറയുന്നത്. വിഷയമുള്ള കാര്യമില്ല. നോക്കട്ടെ, സംഭവം എന്തുവാണ് ഐറ്റം, എന്തോ സംഭവം തോന്നുന്നു. പേരിട്ടില്ല ഇതിന്. ഇത് ബ്രെഡാണോ അതോ ഇഡലിയാണോ? എന്താ സംഭവം? മലയാളം വേർഡ് മതി, ചൗരിയല്ല. അപ്പൊ ഇതിന്റെ ഈ സ്വീറ്റിന്റെ പേര് ഇതുവരെ മമ്മ ഇട്ടിട്ടില്ല ഗൈസ്. ഉണ്ടാക്കി കഴിഞ്ഞ് ഇടുന്നതാണ്. മമ്മ ഉണ്ടാക്കിയിട്ടുണ്ടാവും, ആദ്യമായിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സെറ്റാക്കാം.
അപ്പോൾ ഗൈസ്, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മമ്മി ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഓരോ വിഭവങ്ങൾ ഉണ്ടാക്കാറുണ്ട്. മിക്കതും നല്ല അടിപൊളിയായിട്ട് വരാറുണ്ട്, ചിലതൊക്കെ ഫ്ലോപ്പ് ആവാറുണ്ട്. അതായത് മമ്മിനൊരു പരിപാടിയുണ്ട്, ഈ രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്, അതായത് ബ്രേക്ക്ഫാസ്റ്റ് ബാക്കി വന്നു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഇഡലി ആയിരിക്കും, ചിലപ്പോൾ ദോശയായിരിക്കും, ചിലപ്പോൾ ബ്രെഡായിരിക്കും. അപ്പോൾ എന്താണെങ്കിലും ബാക്കി വരുന്ന ഐറ്റം എടുത്തിട്ട് ഒരു തട്ടിക്കൂട്ട് പലഹാരം ഉണ്ടാക്കുന്ന ഒരു പരിപാടി മമ്മിന് പണ്ടേ ഉള്ളതാണ്, മനസ്സിലായി. പക്ഷെ നമ്മളത് പറയത്തില്ല. ഒരു പുതിയ പലഹാരം എന്ന് പറഞ്ഞാൽ നമുക്ക് തരും, നമ്മളത് കഴിയുമ്പം ചിലപ്പോൾ കൊള്ളായിരിക്കും, ചിലപ്പോൾ കൊള്ളില്ലായിരിക്കും. നമ്മൾ എന്തെങ്കിലും കൊള്ളാമെന്നേ പറയാറുള്ളൂ, പാവമല്ലേ, ഇത്ര കഷ്ടപ്പെട്ടുണ്ടാകുന്നല്ലേ. അപ്പോഴായിരിക്കും പറയണം ഇത് രാവിലത്തെ ഇഡലിയാണ് മോനെ എന്ന്, മനസ്സിലായില്ല. അപ്പോൾ അത് എന്തുവാണ് നോക്കാനാണ് ഞാൻ പോയത്. എന്താണെന്ന് ഒരു പിടുത്തമില്ല. ചൗരീന്ന എന്തോ ഒരു സംഭവം പറഞ്ഞു, എനിക്ക് അറിഞ്ഞില്ല. എന്താണെങ്കിലും ഉണ്ടാക്കി കഴിയുമ്പോൾ അറിയാം ഗൈസ്. ഇത് യൂട്യൂബിൽ എന്തോ നോക്കി ഉണ്ടാക്കുന്നതാണ് അവൻ പറഞ്ഞത്, കണ്ടറിയാം. എന്തായാലും അങ്ങനെ ഫ്ലോപ്പ് ആവാൻ വഴിയില്ല, അങ്ങനെ കൊള്ളൂല എന്ന് ആവാൻ വഴിയില്ല. എന്തായാലും നോക്കാം. എന്തായാലും ഇങ്ങനെ ഉണ്ടാക്കുന്ന മിക്കപ്പോഴും ഞാൻ തന്നെയാണ് തീർക്കുന്നത് ഗൈസ്. ഇത്തവണയും അത് തന്നെ ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും നമുക്ക് നോക്കാം ഗൈസ്. അപ്പം ഓക്കെ ഗൈസ്, അങ്ങനെ മമ്മൻ്റെ പലഹാരം റെഡി ആയിരിക്കുകയാണ്. മമ്മ തിരിച്ചു വന്നോ? അമ്മ വരൂ പോണ്ട, വാ അമ്മ റിയാക്ഷൻ വീഡിയോ കാണുന്നു ഗൈസ്. അങ്ങനെ മമ്മിൻ്റെ പലഹാരം ഫൈനലി റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സെറിയെ കൊണ്ട് ഈ പലഹാരം കഴിപ്പിച്ചിട്ട് അതിൻ്റെ റിയാക്ഷൻ വീഡിയോ എടുക്കാൻ പോകണം. സെറി മമ്മ ഉണ്ടാക്കിയൊരു പലഹാരമാണ്. അത് എന്തുവാണ് എൻ്റെ പേര് മമ്മന് തന്നെ അറിഞ്ഞൂടാ. നീ കഴിച്ച് നോക്കിയിട്ട് പറയും, ജെന്യുവിനായിട്ടുള്ള അഭിപ്രായം പറയാം. കൊള്ളാം. ഇത് മറ്റേ നമ്മുടെ റാബ്ഡി പോലെയുണ്ട്. ഇത് കഴിച്ചു നോക്കിയില്ല, കഴിച്ചിട്ട് പറ. കഴിച്ചു നോക്കാണ്ടാണ് റാബ്ഡി കാണാനാണോ റാബ്ഡി പോലെ? ക്രീമാ പറഞ്ഞത് റാബ്ഡി പോലെ. കഴിച്ചിട്ട് പറയാനുണ്ട്. ക്രീമിൽ നല്ല മുക്കി അടിക്കും, നല്ലൊരു അടി അടിച്ചിട്ട് ഉള്ള സത്യം പറയൂ. അമ്മായിമ്മ നോക്കണ്ട, നാട്ടുകാർ കേൾക്കുന്നൊന്നും വിചാരിക്കണ്ട, സത്യം പറയൂ. എന്താ ഇവിടെയാണ് ലെൻസ് കേട്ടോ കുട്ടി. ഇത് കണ്ടോ, ഇത് മറ്റേ ചവരിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതറിയാം, അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഈ ക്രീം നല്ല ടേസ്റ്റ് ഉണ്ട്, റാബ്ഡി അപ്പം മൊത്തത്തിൽ ചുരുക്കി പറഞ്ഞാൽ കൊള്ളാമെന്നോ കൊള്ളില്ലെന്നോ? കൊള്ളാം, ശരിക്കും കൊള്ളാം, ജെന്യുവിൻലി കൊള്ളാം. ഓക്കെ മമ്മ, അങ്ങനെ സെറിക്ക് ഇഷ്ടപ്പെട്ടിരിക്കുകയാണ്. സെറി പറഞ്ഞു കൊള്ളാം. റാബ്ഡിയാണോ? ഇത് റാബ്ഡിയാണോ? ചൗരി റാബ്ഡി പേര് കിട്ടി, ഇത് റാബ്ഡി. അപ്പം മമ്മിൻ്റെ വിഭവത്തിൻ്റെ പേരാണ് ചൗരി റാബ്ഡി. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ കിട്ടുവിൻ്റെ റിവ്യൂവും കൂടെ നോക്കാം. നമ്മുടെ ചൗരി റാബ്ഡിയുടെ, മമ്മിൻ്റെ ചൗരി റാബ്ഡിയുടെ. ഓക്കെ കിട്ടു, കഴിച്ചോളൂ. ഇതൊക്കെ ഉള്ളത് തന്നെ ഒറിജിനൽ ശരിക്കുള്ളത് പറയണേ, ചുമ്മാ വെറുതെ പറയരുത്. ഡിഡ് യു റിയലി ലൈക്ക് ഇറ്റ്? യു ഡു? ശരിക്കും ഭയങ്കര ടേസ്റ്റാ? ആണോ? ഓക്കെ, അപ്പം ഗുഡാണ് കിട്ടുവിൻ്റെ റേറ്റിംഗ് അല്ലേ? ശരി, അപ്പോൾ ഓക്കെ ഗൈസ്, ഗുഡ് റേറ്റിംഗ് ആണ് കിട്ടുവിൻ്റെയും സെറിയുടെയും. അങ്ങനെ ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോൾ നമ്മളുടെ വീടിൻ്റെ മുറ്റത്തെ ഒരു മരം ഉണ്ടായിരുന്നു. ആ മരത്തിൽ ദേ ഇരിക്കുന്നു ഒരു ചേര, ഒരു ചെറിയ ചേര, ഒരു കുട്ടിച്ചേര. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കറങ്ങി നടക്കുന്നതാണ്. ഇതിൻ്റെ തള്ളച്ചേരയും പിന്നെ ഇതിൻ്റെ ബ്രദേഴ്സും സിസ്റ്റേഴ്സിനൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. ഇതിപ്പോൾ കുറച്ച് നാളായി കണ്ടിട്ട്. അങ്ങനെ അതവിടെ ഇരിപ്പുണ്ട്. ഇത് ഞാനിപ്പം ആനിമൽ പ്ലാനറ്റിനോ അല്ലെങ്കിൽ നാഷണൽ ജോഗ്രഫിക്കുന്നോ വെട്ടി ഒട്ടിച്ച വീഡിയോ ഒന്നും അല്ല കേട്ടോ. ഇത് നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന ഒരു ഇലകളൊക്കെ വെട്ടി ഒരു മുട്ടയാക്കി നിർത്തിക്കുന്ന പഴയൊരു ക്രിസ്മസ് ട്രീ ഉണ്ട്, അതിൻ്റെ മണ്ടയിൽ വന്നതാണ്. സംശയം ഉണ്ടെങ്കിൽ നോക്കിയോ. ഇതാണ് എൻ്റെ വീടിൻ്റെ മുറ്റം. അപ്പം ആ മുറ്റത്ത് നിൽക്കുന്ന ഈ മരത്തിലാണ് നമ്മുടെ ചേരച്ചേട്ടൻ വന്നിരിക്കുന്നത്. പിന്നെ നമ്മുടെ യൂഷ്വൽ കിട്ടുവിൻ്റെയും മിലിയുടെയും സർക്കസാണ് ഈ കാണുന്നത്. കിട്ടു എപ്പോൾ വന്നാലും മിലിയുടെ കൂടെ ഇതുപോലെ കളിക്കുകയൊക്കെ ചെയ്യും. കിട്ടുവിന് മിലി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. കിട്ടു എപ്പോൾ ഫോൺ വിളിച്ചാലും എപ്പോൾ നമ്മൾ സംസാരിച്ചാലും കിട്ടു ആദ്യം ചോദിക്കുന്നത് മിലിയെക്കുറിച്ചായിരിക്കും. അങ്ങനെ അവരുടെ രണ്ടുപേരുടെയും
കളിയാണ് ഈ കാണുന്നത്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ നമ്മുടെ വ്ളോഗിൻ്റെ ഏകദേശം അവസാനത്തെ സെഷനിലോട്ട് കടന്നിരിക്കുകയാണ് ഗൈസ്. നമ്മുടെ ഇവിടുത്തെ പരിപാടികളൊക്കെ ഏകദേശം തീർന്നിരിക്കുന്നു. സമയം വൈകുന്നേരമായി വരുന്നു. അപ്പം ഇനി ഒരു ഗുളിയും കൂടെ പാസ്സാക്കിയിട്ട് ഞാൻ വ്ളോഗിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലോട്ട് കടക്കുന്നതാണ് ഗൈസ്. അപ്പം നമുക്ക് ഈ മൈക്ക് ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നല്ല രീതിയിൽ അനുഭവപ്പെടുന്നുണ്ട്. കാരണം മൈക്ക് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ ക്യാമറയുടെ മൊബൈലിൻ്റെ തൊട്ടടുത്ത് വന്ന് ഉറക്കെ സംസാരിക്കേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുകയാണ്. പിന്നെ അതുപോലെ പുറത്തോട്ടൊക്കെ വെളിയിലൊക്കെ പോകുമ്പോഴും പിന്നെ ഈ ഫാനിൻ്റെയും പിന്നെ അല്ലാത്ത സൗണ്ടൊക്കെ കൂടെ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേൾക്കാനും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറയുമ്പോഴും ഈ ഉറക്കെ കിടന്ന് വിളിക്കേണ്ട ഒരു അവസ്ഥ വരികയാണ്. അപ്പോൾ നമുക്ക് നാച്ചുറലായിട്ട് ചെയ്യാനൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് എത്രയും പെട്ടെന്ന് നമ്മളത് പരിഹരിക്കുന്നതാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു മൈക്ക് വാങ്ങിക്കുന്നതാണ്, മൈക്ക് ഓർഡർ ചെയ്യുന്നതാണ്. ഇപ്പം ഞാനിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ നല്ലൊരു മൈക്ക് വാങ്ങിക്കാൻ നമ്മുടെ കയ്യിൽ ഒരുപാട് കാശൊന്നുമില്ല. അതുകൊണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ലൊരു മൈക്ക് വാങ്ങിക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ അത് നമ്മൾ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യുന്നു, അത് നമ്മൾ വരുത്തുന്നു. അതിനുശേഷം ഈ ഒരു സംഭവം തന്നെ മാറുന്നു. നമ്മൾ പിന്നെ നല്ല രീതിയിൽ അന്തസ്സായിട്ട് നമുക്ക് വ്ളോഗ് ചെയ്യാൻ പറ്റും എന്നുള്ള വിശ്വാസത്തിലാണ് ഗൈസ്. അപ്പം നിങ്ങൾ അതിനുവേണ്ടി സഹായിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ട് മൈക്കിന് ഇതുപോലെ വ്ളോഗിങ് മൈക്സോ എന്തെങ്കിലും നിങ്ങൾക്ക് മൈക്രോഫോൺ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് സെക്ഷനിൽ പറയുക, സജസ്റ്റ് ചെയ്യുക. എന്ത് മൈക്കാണ് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ എന്ത് മൈക്കാണ് മേടിക്കേണ്ടത്, ഏത് ബ്രാൻഡിൻ്റെ ഏത് മൈക്കാണ് മേടിക്കേണ്ടത് നിങ്ങളൊന്ന് പറയുക. ഒരുപാട് കാശാകുന്ന മൈക്കൊന്നും പറഞ്ഞു കളയില്ല. നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള നല്ല മൈക്ക് ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറയുക. അപ്പോൾ ഞാനത് വാങ്ങുന്നതാണ്. എന്നിട്ട് നിങ്ങളുടെ മുന്നിൽ തിരിച്ചു വരുന്നതാണ് മൈക്കും വെച്ച്. തൽക്കാലം നമുക്ക് മൈക്കില്ലാതെ ഇതുപോലെ തന്നെ തുടരാൻ ഗൈസ്. അപ്പോൾ ഞാൻ ഓടിച്ചെന്ന് ഒരു ഗുളി പാസ്സാക്കിയിട്ട് നമ്മളുടെ വ്ളോഗിൻ്റെ ഫൈനൽ സ്റ്റേജിലോട്ട് തിരിച്ചു വരുന്നതാണ്. ഓക്കെ ഗൈസ്, അപ്പം കാണാം. ഓക്കെ ഗൈസ്, അപ്പം ഇന്നത്തെ വ്ളോഗിൻ്റെ നമ്മുടെ ഫൈനൽ സ്റ്റേജിൽ എത്തിയിരിക്കുകയാണ്. അതായത് നമ്മുടെ ഇന്നത്തെ വ്ളോഗിൻ്റെ സംഭവം തന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ വ്ളോഗിൻ്റെ ബിഗിനിങ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് എൻ്റെ ബ്രാൻഡ്, എനിക്കൊരു ബ്രാൻഡുണ്ട്, ZH എന്ന് പറഞ്ഞൊരു ക്ലോത്തിങ് ബ്രാൻഡുണ്ട്. അപ്പോൾ ആ ബ്രാൻഡിൽ നമ്മൾ എന്താ ഓഫർ ചെയ്യുന്നത്, ടീഷർട്ട്സ്, നമ്മൾ കൊടുക്കുന്ന ടീഷർട്ട്സിൽ നിന്ന് നമ്മൾ എന്താണ് ഫാബ്രിക് വൈസ് നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത്. അതായത് നിങ്ങളൊരു ടീഷർട്ട് വാങ്ങിച്ചിടുമ്പോൾ, നമ്മുടെ നിന്ന് ടീഷർട്ട് വാങ്ങിയിടുമ്പോൾ വാട്ട് ആർ യു ഗൈസ് ഗെറ്റിംഗ്, വാട്ട് ആർ യു ഗൈസ് ആക്ച്വലി വെയറിങ് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ഐഡിയ വേണം, നിങ്ങൾക്കൊരു അവയർനെസ് വേണം. വാട്ട് ആർ യു ഗൈസ് വെയറിങ് എന്നുള്ളത് മനസ്സിലായി. നമ്മളിപ്പോൾ ഈ ടീഷർട്ട് എന്ന് പറയുന്നത് നമ്മൾ എല്ലായിടത്തും ടീഷർട്ട് മേടിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കടയിൽ പോയി മേടിക്കുന്നുണ്ട്, നമ്മൾ ഓൺലൈൻ മേടിക്കുന്നുണ്ട്, അങ്ങനെ എല്ലായിടത്തും നമ്മൾ ടീഷർട്ട്സ് വാങ്ങിച്ചിടാറുണ്ട്. അപ്പം പല ടൈപ്പ് ടീഷർട്ട്സ് ഉണ്ട്. ടീഷർട്ട്സിൻ്റെ ഫാബ്രിക് എന്ന് പറഞ്ഞാൽ പല ടൈപ്പ് ഉണ്ട്. ഇപ്പം കോട്ടൺ ഉണ്ട്, പിന്നെ പോളിസ്റ്റർ ഉണ്ട്, നൈലോൺ ഉണ്ട്, ഇഷ്ടംപോലെ ടൈപ്പ് കൈൻഡ്സ് ഓഫ് ഫാബ്രിക്സ് ഉണ്ട്. അപ്പം നമ്മൾ അത് വാങ്ങിയിടുമ്പം നമുക്ക് പലപ്പോഴും അത് ഇന്ന ഫാബ്രിക്കാണ് ഞാൻ വാങ്ങിയത് എന്ന് നമ്മൾ അറിഞ്ഞിട്ടല്ല വാങ്ങിയിടുന്നത്. പക്ഷേ എന്തായാലും നമ്മൾ വാങ്ങിയിടാറുണ്ട്. അത് ഓരോരുത്തരുടെ കംഫർട്ടും ഓരോരുത്തരുടെ എന്താ പറയുക സ്റ്റൈൽ സെൻസും വെച്ചൊക്കെ നമ്മൾ മാറി മാറി വാങ്ങിയിടാറുണ്ട്. അപ്പോൾ ഇത് ബേസിക്കലി സംഭവം എന്ന് വെച്ചാൽ ഞാൻ ആദ്യം തന്നെ ഞാൻ ഇങ്ങനെയൊന്നും അല്ല കേട്ടോ ഉദ്ദേശിച്ചിരുന്നത്. ഞാൻ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒരു വമ്പൻ സെറ്റപ്പൊക്കെ ആക്കി എന്താ പറയുക ഒരു സ്റ്റുഡിയോ പോലെയൊക്കെ ആക്കിയിട്ടേ നമ്മുടെ ZH നമ്മുടെ ബ്രാൻഡിൻ്റെ കുറച്ച് ബ്രാൻഡിങ് ഒക്കെ ബാക്കിൽ ചെയ്ത് ആക്കിയിട്ട് വീഡിയോ എടുക്കണമെന്നായിരുന്നു എൻ്റെ ഒരു പ്ലാൻ. പക്ഷേ ഇത് നമ്മൾ ജെന്യൂൻ ആയിട്ടുള്ളൊരു അഭിപ്രായം എന്താ പറയുക ജെന്യൂൻ ആയിട്ടുള്ളൊരു കാര്യം പറയാനുള്ളത് കൊണ്ട് ജെന്യൂനായിട്ട് തന്നെ വളരെ സിമ്പിളായിട്ട് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇതെൻ്റെ ബെഡ്റൂമാണ്, എൻ്റെ ബെഡ്റൂമിൽ വെച്ച് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഞാൻ വലിച്ച് നീട്ടുന്നില്ല. പിന്നെ നിങ്ങളെ ബോറടിപ്പിക്കുക അല്ലെങ്കിൽ നിങ്ങളെ കൂടുതൽ കൺഫ്യൂസ് ചെയ്യിക്കുന്ന രീതിയിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. ഞാൻ ആദ്യം വിചാരിച്ചിരുന്ന ഈ വ്ളോഗിൽ തന്നെ നിങ്ങൾക്ക് ടീഷർട്ട്സ് കാണിച്ചു തരാം, നിങ്ങൾക്ക് ഡിസൈൻസ് കാണിച്ചു തരാം, നിങ്ങൾക്ക് ഫാബ്രിക് എല്ലാം കാണിച്ചു തന്ന് അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് പറയാം എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പിന്നെ ഒരു വ്ളോഗിൽ തന്നെ ഇപ്പം ഒരു വീഡിയോ തന്നെ ഞാനിപ്പോൾ അതെല്ലാം പറഞ്ഞ് നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആകും, നിങ്ങൾക്ക് ബോറടിക്കും. മനസ്സിലായില്ലേ? ഒന്ന് ബോറടിക്കും, രണ്ടാമത് നിങ്ങൾക്ക് ഭ്രാന്താവും, നിങ്ങൾക്ക് ആകെ നിങ്ങൾ കൺഫ്യൂഷനായിപ്പോവും. അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടി വളരെ സിമ്പിളായിട്ട് നിങ്ങൾ വാങ്ങി ഇടുന്ന ടീഷർട്ടിൻ്റെ നിന്ന് നിങ്ങൾക്ക് എന്താ കിട്ടുന്നത് എന്നുള്ള കാര്യം മാത്രം വളരെ ഷോർട്ടായിട്ടും വളരെ സിമ്പിളായിട്ടും പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ബേസിക്കലി ഒരു കാര്യം ഞാൻ പറയാം. അതിന് നമ്മൾ ബേസിക്കലി രണ്ട് പേഴ്സ്പെക്റ്റീവ്സ് ഉണ്ട്, രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ഈ ബയേഴ്സ് പേഴ്സ്പെക്റ്റീവ്, ഒന്നെന്ന് പറഞ്ഞാൽ സെല്ലേഴ്സ് പേഴ്സ്പെക്റ്റീവ്. ഓക്കെ, ഈ ബയേഴ്സ് പേഴ്സ്പെക്റ്റീവും സെല്ലേഴ്സ് പേഴ്സ്പെക്റ്റീവും കൊണ്ട് ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ബയേഴ്സ് പേഴ്സ്പെക്റ്റീവ് ആദ്യം പറയാം. അതാണല്ലോ നിങ്ങൾ കസ്റ്റമേഴ്സ്.
അപ്പോൾ ഈ കസ്റ്റമേഴ്സ്, നമ്മൾ ആസ് എ കസ്റ്റമർ നമ്മൾ എന്താണ് ഒരു ടീഷർട്ട് വാങ്ങാൻ പോകും, നമ്മൾ സാധാരണ ഒരു ടീഷർട്ട് വാങ്ങാൻ പോകുമ്പോൾ നമ്മൾ എന്താണ് ഒരു കടയിൽ ചെന്ന് പറയുന്നത്, അതായത് നമുക്ക് നല്ല ടീഷർട്ട്, നല്ല മെറ്റീരിയൽ, ഇപ്പോൾ നമ്മൾ കോട്ടൺ ആണെങ്കിൽ നമ്മൾ നല്ല കോട്ടൺ വേണം, നല്ല മെറ്റീരിയൽ വേണം, നല്ല പ്രീമിയം മെറ്റീരിയൽ, നല്ല അടിപൊളി സാധനം വേണം. ഓക്കെ, അതായത് അപ്പോൾ ആ നല്ല മെറ്റീരിയലിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, അതായത് എന്താ പറയുക, ഇടുമ്പം നല്ല കംഫർട്ടായിരിക്കണം, നല്ല സ്കിൻ ഫ്രണ്ട്ലി ആയിരിക്കണം, കംഫർട്ടായിരിക്കണം, പിന്നെ ഒരുപാട് കട്ടിയാവില്ല, ചൂട് നമ്മളുടെ ഇപ്പോഴത്തെ ക്ലൈമറ്റിന് എന്താ പറയുക യോജിക്കുന്നതായിരിക്കണം, പിന്നെ നല്ല കാണുമ്പോൾ നല്ല സ്റ്റൈലിഷ് ആയിരിക്കണം, പിന്നെ അത് വോൺ ഔട്ട് ആവില്ല പെട്ടെന്ന്. അതായത് നമ്മളിട്ട് യൂസ് ചെയ്ത് നമ്മൾ കുറേ വാഷ് കഴിഞ്ഞ് നമ്മൾ 2-3 വാഷ് അല്ലെങ്കിൽ 5-8 വാഷ് കഴിയുമ്പം ടീഷർട്ട് വോൺ ഔട്ട് ആവരുത്. പിന്നെ പ്രിൻറ്റ് മാഞ്ഞു പോവില്ല, പിന്നെ അതിൻ്റെ സ്റ്റിച്ചിങ്, ഇങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ബേസിക്കായിട്ട് നമ്മളിപ്പോൾ ആസ് എ ബയർ നമ്മളൊരു കടയിൽ ചെന്ന് നമ്മൾ ഒരു ടീഷർട്ട് വാങ്ങുമ്പോൾ ആ ടീഷർട്ടിൽ നിന്ന് നമ്മൾ ഒന്നുകിൽ നമ്മൾ തന്നെ പോയി സെലക്ട് ചെയ്ത് കൈകൊണ്ട് എടുക്കും. ഇപ്പം മിക്ക കടകളിലും അങ്ങനെയാണ് ചെയ്യുന്നത്. നമ്മൾ ചെന്ന് ചോദിച്ച് മേടിക്കുന്ന പരിപാടിയില്ലല്ലോ. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, അപ്പം നമുക്ക് വേണ്ട ഇതുപോലെ ജെന്യൂനായിട്ട് ഇതുപോലെ നമുക്ക് ചുമ്മാ ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റിയ ഒരു ഫാബ്രിക്കാണ്, നമുക്ക് ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റിയ ടീഷർട്ടാണ്. അത് നമുക്ക് ഞാൻ ഈ പറഞ്ഞ എന്താ പറയുക, അൺകംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും വരാതെ നമുക്ക് വളരെ കംഫർട്ടബിളായിട്ട് നമുക്ക് ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റിയ, എന്നാൽ ലാസ്റ്റ് ചെയ്യുന്ന ഒരു ഫാബ്രിക്കാണ് നമുക്ക് വേണ്ടത്. ബേസിക്കലി ഇതാണ് സംഭവം. അപ്പോൾ ഇതാണ് നമുക്ക് ആസ് എ ബയർ, ഫ്രം എ ബയേഴ്സ് പെർസ്പെക്റ്റീവ് ഇതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതാണ് ബയേഴ്സ് പെർസ്പെക്റ്റീവ്. അപ്പോൾ ഇതാണ് ഇവർക്ക് വേണ്ടത്. അപ്പോൾ ബയറിന് ശരിക്കും പറഞ്ഞാൽ അറിയില്ല വാട്ട് എക്സാക്ട്ലി ദേ വോണ്ട്. ഐ മീൻ ടെക്നിക്കലി അവർക്ക് അറിയത്തില്ല നമുക്ക് എന്താ. ഇപ്പോൾ എനിക്ക് ഇന്ന സാധനം വേണം, ശരി, എനിക്ക് ഇന്ന GSMൽ ഇത്രയും യൂണിറ്റിലെ കോട്ടണിൽ ഇന്ന സാധനം വേണം, അതിലിങ്ങനെ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞ് ടെക്നിക്കലി അവർക്ക് അതൊന്നും അറിയത്തില്ല. അവർക്ക് ആസ് എ ബയർ നമുക്ക് അങ്ങനെ അത് അറിയേണ്ട ആവശ്യമില്ല. ബയറിന് നല്ലൊരു ടീഷർട്ട് വേണം, നമുക്ക് ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റിയ നല്ലൊരു ടീഷർട്ട്, നല്ല ഡ്യൂറബിൾ ആയിട്ടുള്ള, നമുക്ക് റിലയബിൾ ആയിട്ടുള്ള ടീഷർട്ട് വേണം. അത്രയും നമ്മുടെ ബയറിൻ്റെ സൈഡിൽ നിന്ന് അതാണ് നമ്മുടെ ഡിമാൻഡ്, അല്ലേ? പിന്നെ അതേപോലെ തന്നെ സെല്ലർ, ഇനി അപ്പുറത്തെ സൈഡാണ് സെല്ലേഴ്സ് പെർസ്പെക്റ്റീവ് എന്ന് വെച്ചാൽ. സെല്ലർ എന്ന് പറയുന്ന സാധനം നമുക്ക് സെല്ലർ എന്ന് പറയുന്ന ആൾ നമുക്ക് ഓഫർ ചെയ്യണം. നമുക്ക് ഈ പറയുന്ന ടീഷർട്ട് ബയറിന് ഓഫർ ചെയ്യണം. അപ്പോൾ ബയർ വന്നിട്ട് ബയറിന് ഇങ്ങനെ ഒരു ടീഷർട്ട്, നല്ലൊരു ടീഷർട്ട് വേണം, നല്ല ഡ്യൂറബിൾ ആയ ടീഷർട്ട് വേണമെന്ന് ബയർ പറയുമ്പോൾ സെല്ലർ എന്താണ് ഓഫർ ചെയ്യുന്നത്? സെല്ലർ ഓഫർ ചെയ്യും, ഇത് നമ്മുടെ ടീഷർട്ടാണ്, ഇത് 100%. അപ്പം മിക്ക ബയേഴ്സും പറയുന്ന ആദ്യത്തെ ഡയലോഗ് ഇപ്പം മിക്കയിടത്തും പറയുന്ന കാര്യമാണ്, ഇത് പ്യുവർ കോട്ടനാണ്, ഇത് 100% കോട്ടനാണ് എന്ന് പറയും. ഓക്കെ, അപ്പം 100% കോട്ടനാണ്, ഇത് ഡ്യൂറബിളാണ്, ഇത് ബ്രീതബിളാണ്, ഇത് ബ്രീതബിൾ ഫാബ്രിക്കാണ്, മെറ്റീരിയലാണ്. പിന്നെന്താണ്, അപ്പോൾ അതുപോലെ ഇത് ഡ്യൂറബിളാണ്, ബ്രീതബിളാണ്, 100% കോട്ടനാണ്, പ്യുവർ കോട്ടനാണ്. ഓക്കെ, പിന്നെ ഇത് സ്കിൻ ഫ്രണ്ട്ലിയാണ്, നിങ്ങൾക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും, സൂപ്പർ സാധനമാണ്, ഇത് എത്ര വാഷ് ചെയ്താലും പോവില്ല, പ്രിൻ്റ് അടിപൊളിയാണ്, സ്റ്റിച്ച് അടിപൊളിയാണ്, അങ്ങനത്തെ കംപ്ലീറ്റ് സംഭവങ്ങളും ഈ പറയുന്ന ബയർ എടുത്തിട്ടങ്ങ് തുപ്പും. ഓക്കെ, അപ്പം എന്താ ഇവിടെ നടക്കണമെന്ന് വെച്ചാൽ, ഇവിടെ ചുരുക്കി പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ബയർ എന്ന് വെച്ചാൽ വാങ്ങുന്ന ആൾ, ഓക്കെ, സെല്ലറാണ് ഞാൻ ഉദ്ദേശിച്ചത്, തെറ്റിപ്പോയി. സെല്ലർ ഇതൊക്കെ പറയും. അതായത് സെല്ലർ ആണ് പറയുന്നത് ഇതുപോലെ 100% പ്യുവർ കോട്ടൺ ആണെന്നും ഡ്യൂറബിൾ ആണെന്നും പിന്നെ സ്കിൻ ഫ്രണ്ട്ലി ആണെന്നും ബ്രീതബിൾ ആണെന്നും കംപ്ലീറ്റ് എല്ലാം പഠിച്ചു വെച്ചിട്ട് ഇതെല്ലാം നമ്മൾ ഓഫർ ചെയ്യുന്ന ടീഷർട്ട് ഇതെല്ലാമാണ് എന്നങ്ങ് സെല്ലർ ബയറിനടുത്ത് പറയും. ബയറിന് ഒരു ഐഡിയ ഇല്ല, ബയറിന് കൃത്യമായിട്ട് എന്താ വേണ്ടതെന്ന്. നല്ലൊരു സാധനം, അടിപൊളി ഒരു സൂപ്പർ സാധനമാണ് വേണ്ടത്, നല്ല ഡ്യൂറബിൾ ആയിട്ടുള്ള ഒരു കിടുകൻ ടീഷർട്ടാണ് വേണ്ടത് എന്ന് മാത്രമേ ബയറിന് അറിയുള്ളൂ. ടെക്നിക്കൽ സൈഡ് ബയറിന് അറിയില്ല. അതുകൊണ്ട് സെല്ലർ പറയുന്ന സാധനം ബയർ അങ്ങനെ അങ്ങ് വിഴുങ്ങുന്നു, ബയർ വാങ്ങിയിടുന്നു, ഇട്ട് വീട്ടിൽ കൊണ്ടുപോകുന്നു, കണ്ണാടി അവിടെ നമ്മുടെ കടയിൽ പോകുന്നു, ട്രയൽ റൂമിൽ കയറി ഇടുന്നു, സൂപ്പർ അടിപൊളി. എന്നിട്ട് നമ്മൾ വീട്ടിലെത്തുന്ന കണ്ണാടി പോകുമ്പോൾ ആ സൂപ്പർ കുറച്ച് കുറയും. അതെന്ത് കടയിലെ കണ്ണാടി നോക്കിയപ്പോൾ ഭയങ്കര സൂപ്പറായിരുന്നു, ഇപ്പോൾ കുറച്ചുകൂടെ കുറഞ്ഞായിട്ട് തോന്നും. കുഴപ്പമില്ല, ഇട്ടുകൊണ്ട് പുറത്ത് പോകുന്നു, 2 പ്രാവശ്യം ഇടുന്നു, കഴുകുന്നു, രണ്ടാമത്തെ കഴുകത്തിൽ തന്നെ കുറച്ചങ്ങോട്ട് കളർ ഡിമ്മാവുന്നു, 3ാമത്തെ കഴുകത്തിൽ എന്ത് സംഭവിക്കും, പ്രിൻ്റ് കുറച്ചങ്ങ് മായുന്നു, 4ാമത്തെ കഴുകത്തിൽ എന്ത് സംഭവിക്കും, സ്റ്റിച്ച് അങ്ങോട്ട് ഇളകി തുടങ്ങുന്നു. അങ്ങനെ 100 പ്രശ്നങ്ങൾ തുടങ്ങും, മനസ്സിലായി. പിന്നെ ബേസിക്കലി ഈ പ്രശ്നം മാത്രമല്ല, നമ്മൾ ഈ വിചാരിക്കുന്ന അത്രയും കംഫർട്ട് നമുക്ക് കാണത്തില്ല ഈ ടീഷർട്ട് വാങ്ങിച്ചിടുമ്പോഴൊക്കെ. അപ്പോൾ ഇത്രേ ഉള്ളൂ.
സുഹൃത്തുക്കളെ, നമ്മൾ ഇപ്പോൾ ഞാനിപ്പോൾ എത്ര പറയുന്നുള്ളൂ. അപ്പോൾ നമ്മൾ മെയിനായിട്ട് നമുക്ക് വേണ്ട, ഇപ്പോൾ ഞാൻ എന്ന സെല്ലർ എൻ്റെ ബ്രാൻഡിൽ ഞാൻ ഓഫർ ചെയ്യുന്നത്, നമ്മൾ വിൽക്കുന്ന ടീഷർട്ട് എന്ന് പറയുന്നത്, നമ്മളുടെ ടീഷർട്ട് എന്ന് പറയുന്നത് ഫാബ്രിക് പ്യുവർ കോട്ടൺ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ സെല്ലേഴ്സും പറയുന്ന പോലെ തന്നെ പ്യുവർ കോട്ടൺ ആണ്. ഓക്കെ, നമ്മളിത് ചെയ്തത് എന്താ പറയുക, ഇത് ഹാൻഡ് പിക്ഡ് ആണ്. ഈ പറയുന്ന എല്ലാം ഹാൻഡ് പിക്ഡ് ആണ്. നമ്മളുടെ ഒരു ഫാബ്രിക് ഹാൻഡ് പിക്ഡ് ആണ്. മാനുഫാക്ചറിങ്, അതിൻ്റെ സ്റ്റിച്ചിങ്, അതിൻ്റെ പ്രിൻറ്റിങ് എല്ലാം നമ്മൾ തന്നെയാണ് ചെയ്ത് അതിൻ്റെ ലാബ് ടെസ്റ്റ് ചെയ്ത് നമ്മൾ ഉറപ്പ് വരുത്തി അതിന് പ്രോപ്പർലി ആഫ്റ്റർ പ്രോപ്പർ ക്വാളിറ്റി ചെക്സാണ് നമ്മളിതിന് ഡെലിവറി ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതിന് നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ആൾക്കാർ ഭയങ്കര വേഗമായിട്ട് ബ്രീതബിൾ, ഇപ്പോൾ ആൾക്കാർ പറയും എനിക്ക് ബ്രീതബിൾ ആയിട്ടുള്ള തുണി വേണം. എന്താണ് ഈ ബ്രീതബിൾ എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ മിക്കവർക്കും ഒരു ഐഡിയ ഇല്ല, മനസ്സിലായില്ലേ? പിന്നെ അതുപോലെ സ്കിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഉടുപ്പാണ് ടീഷർട്ടാണ് എനിക്ക് വേണ്ടത് എന്ന് പറയും. അപ്പം അവിടെ ഒരു കുഴപ്പമുണ്ട്. ഈ സ്കിൻ ഫ്രണ്ട്ലി ശരിക്കും എന്താണ് സ്കിൻ ഫ്രണ്ട്ലി എന്ന് ഒരു കറക്റ്റായിട്ടുള്ളൊരു ഐഡിയ ഉണ്ടോ എന്ന് ചോദിച്ചാൽ, സ്കിൻ ഫ്രണ്ട്ലി സ്കിന്നിൻ്റെ കൂടെ ഭയങ്കര ഫ്രണ്ടായിരിക്കണമെന്ന് അങ്ങനെയല്ലല്ലോ. അപ്പം എന്താ സ്കിൻ ഫ്രണ്ട്ലി എന്ന് ബേസിക്കലി നമുക്കൊരു ഐഡിയ കാണും, നമുക്ക് ഇടാൻ സുഖം, സ്കിൻ ഫ്രണ്ട്ലി അത് തന്നെയാണ് സുഹൃത്തുക്കളെ. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ ബ്രീതബിളും സ്കിൻ ഫ്രണ്ട്ലി എന്താണെന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. അതായത് ബ്രീതബിൾ എന്ന് പറയുന്ന സാധനം, ഈ ബ്രീതബിൾ എന്ന് പറയുന്ന ഫാബ്രിക് എന്ന് പറഞ്ഞാൽ പ്യുവർ കോട്ടൺ ബ്രീതബിൾ ഫാബ്രിക് എന്തുവാണെന്ന് വെച്ചാൽ, ഈ സാധനം നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ഉണ്ടല്ലോ, ബോഡിയിലൊരു ഹീറ്റ് ഉണ്ടല്ലോ. അപ്പോൾ ഈ ബോഡി ഹീറ്റ് നമ്മുടെ ബോഡി എമിറ്റ് ചെയ്യും, ഓക്കെ, പുറത്തോട്ട് വരും. അപ്പോൾ നമ്മൾ ഈ ബ്രീത് ചെയ്യും, നമ്മൾ ഈ ബോഡി ഹീറ്റ്, ഓക്കെ, ഈ എയർ ഫ്ലോ ഉണ്ടല്ലോ, ഈ എയർ ഫ്ലോ ഈ പറയുന്ന ബ്രീതബിളായിട്ടുള്ള കോട്ടനാണ്, ബ്രീതബിളായിട്ടുള്ള ഫാബ്രിക് ആണെന്നുണ്ടെങ്കിൽ ഈ ഫാബ്രിക് ത്രൂ പുറത്തോട്ട് പോകും. അപ്പോൾ ഈ എയർ ഫ്ലോ കാണും, ഓക്കെ, അതാണ് ബ്രീതബിൾ എന്ന് പറയുന്നത്, മനസ്സിലായിക്കല്ലോ. അപ്പോൾ അതാണ് മെയിനായിട്ട് ബ്രീതബിൾ എന്ന് പറയുന്ന ഫാബ്രിക്കിൻ്റെ ഒരു പ്രത്യേകത. നമ്മളുടെ ബോഡിയുടെ എയർ ഫ്ലോ എന്ന് പറയുന്നത് വളരെ ഈസി ആക്കുന്ന ഒരു പരിപാടിയാണ് ഈ ബ്രീതബിൾ മെറ്റീരിയൽ എന്ന് പറയുന്നത്. പിന്നെ ഈ ബ്രീതബിളിൻ്റെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ വിയർക്കും, നമ്മളുടെ ഇപ്പോഴത്തെ ക്ലൈമറ്റിൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് വിയർക്കും. അപ്പം വിയർക്കുമ്പം എന്താ സംഭവിക്കുന്നത്, വിയർക്കുമ്പോഴാണ് ഈ കൂടുതൽ ഈ ടീഷർട്ട്സിനൊക്കെ ഈ പ്രോബ്ലം വരുന്നത്, അപ്പോഴാണ് നമുക്ക് ഈ ഡിസ്കംഫർട്ടും വരുന്നത്. അപ്പോൾ ഈ പ്യുവർ കോട്ടൺ ബ്രീതബിൾ എന്ന് പറയുന്ന ടീഷർട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ജെന്യുവൻലി പ്യുവർ കോട്ടൺ ബ്രീതബിൾ ആയിട്ടുള്ള ഫാബ്രിക് ആണെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മൾ വിയർക്കുമ്പോൾ ഈ സ്വെറ്റിന് ഈ പറയുന്ന കോട്ടൺ അബ്സോർബ് ചെയ്യും, ഓക്കെ. ഈ സ്വെറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് ആ സ്വെറ്റ് ഇവാപ്പറേറ്റ് ചെയ്യും, ഓക്കെ. അപ്പം ആ സ്വെറ്റ് വോണ്ട് സ്റ്റേ ഓൺ ദി ഫാബ്രിക്. ഇപ്പോൾ ഫാബ്രിക് അങ്ങ് ഡ്രെൻച്ച്ഡ് ആവില്ല, നനയത്തില്ല. നമ്മൾ ഈ വിയർക്കുമ്പം ഈ എന്താ പറയുക, ഈ നമ്മളുടെ വിയർപ്പ് ഈ ഫാബ്രിക് വലിച്ചെടുക്കും ആണല്ലോ. പക്ഷെ വലിച്ചെടുക്കുമ്പോഴും നമ്മളുടെ ഈ ഫാബ്രിക് ഇങ്ങനെ ഈ വിയർത്ത് നനഞ്ഞിരിക്കത്തില്ല. അതാണ് ഈ ബ്രീതബിൾ ആയിട്ടുള്ള പ്യുവർ കോട്ടൺ പ്രോപ്പർ ജെന്യുവൻ പ്യുവർ കോട്ടൺ ഫാബ്രിക്കിൻ്റെയും അല്ലാത്ത ഉടായ്പ് ഫാബ്രിക്കിൻ്റെയും തമ്മിലുള്ള വ്യത്യാസം അതാണ്, നമുക്കങ്ങനെ തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ ഈ പ്യുവർ കോട്ടൺ ആയിട്ടുള്ള ഫാബ്രിക് ഒന്നാമതായി നമുക്ക് ഇടുമ്പോൾ തന്നെ അറിയാൻ പറ്റും, അതിൻ്റെ ആ ഒരു റിച്ച്നെസ് നമുക്ക് അറിയാൻ പറ്റും. പിന്നെ നമ്മൾ വിയർക്കുമ്പോൾ നമ്മൾ തന്നെ അറിയാതെ തന്നെ നമ്മളുടെ വിയർപ്പ് ഈ എന്താ പറയുക, ഈ ഫാബ്രിക് വലിച്ചെടുക്കും, എന്നിട്ട് അതിനെ വെളിയിലോട്ട് കളയാൻ അത് ഇവാപ്പറേറ്റ് ചെയ്ത് പോകും, അതല്ല നനഞ്ഞിരിക്കത്തില്ല ഒരിക്കലും. പിന്നെ അതുപോലെ ഓർഡർലെസ് ആണ്. അതായത് നമ്മൾ വിയർക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്ന പ്രശ്നം എന്താണ്, സ്മെല്ല് വരും അല്ലേ. നമ്മളൊരു ദിവസം മൊത്തം കുറേ കഴിയുമ്പോൾ നമ്മൾ രാവിലെ കുളിച്ചിട്ട് നമ്മൾ ഉടുപ്പിടും, അത് നമ്മൾ വിയർത്തിട്ട് നമ്മൾ പിന്നെയും പോയി AC യിലിരിക്കും, അല്ലെങ്കിൽ നമ്മൾ പോയി വിയർപ്പൊക്കെ ഒന്ന് സെറ്റിലാവും, അടങ്ങും. പക്ഷേ പ്രശ്നം വെച്ചാൽ നമുക്കപ്പോൾ സ്മെല്ല് വരും, ഓർഡർ വരും, നമ്മുടെ വിയർപ്പിൻ്റെ നാറ്റം വരും. അപ്പോൾ അത് ഈ പറയുന്ന ബ്രീതബിൾ ആയിട്ടുള്ള പ്യുവർ കോട്ടൺ ആണെന്നുണ്ടെങ്കിൽ ആ ഫാബ്രിക്കിൽ നിന്ന് നമുക്ക് ആ സ്മെല്ല് വരത്തില്ല, മനസ്സിലായി. നമ്മളൊരു ദിവസം മുഴുവൻ ഇട്ടാലും നമ്മൾ വിയർത്താലും ഈ വിയർപ്പ് വലിച്ചെടുക്കുകയും അതുപോലെ ഈ വിയർപ്പ് ഇവാപ്പറേറ്റ് ചെയ്ത് പോവുകയും ചെയ്യും. നമുക്ക് ഈ പറയുന്ന ഒരു ഓർഡർ വരത്തുമില്ല, ഈ ഒരു സ്മെല്ല് വരത്തുമില്ല. അതാണ് ഈ ഒരു മെറ്റീരിയൽ. പിന്നെ നമുക്ക് ഇതിന് സ്റ്റിക്കി ഫീല് വരില്ല. നമ്മൾ വിയർത്തിട്ട് നമ്മൾ ആ വിയർപ്പ് ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്കിതിനെ സ്റ്റിക്കി ആയിട്ട് തോന്നും, പ്രത്യേകിച്ച് ടീഷർട്ടും കൂടെ ഇടുമ്പോഴേ നമുക്ക് ആ ഫീല് വരും. അപ്പോൾ ഈ ബ്രീതബിൾ ആയിട്ടുള്ള ഈ ഒരു മെറ്റീരിയലിൻ്റെ പ്രത്യേകത തന്നെ അതാണ്, നമുക്ക് ആ സ്റ്റിക്കി ഫീലിങ്ങും വരില്ല. ഓക്കെ, അപ്പോൾ ഈ ബ്രീതബിൾ എന്ന് പറഞ്ഞ സംഭവം എന്താണെന്ന് നമുക്കൊരു ഐഡിയ കിട്ടിയല്ലോ. അതായത് എയർ ഫ്ലോ, ബോഡി ടെമ്പറേച്ചർ എയർ ഫ്ലോ ഈസിയാക്കും,
പിന്നെ സ്വെറ്റ് ചെയ്യുമ്പോൾ സ്വെറ്റ് വലിച്ചെടുക്കുക, അബ്സോർബ് ചെയ്യുന്നു, എന്നിട്ട് സ്വെറ്റ് ഇവാപ്പറേറ്റ് ചെയ്യുന്നു. നനഞ്ഞിരിക്കത്തില്ല, ഫാബ്രിക് നനഞ്ഞിരിക്കത്തില്ല. ഇത്രയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ബ്രീതബിൾ എന്ന് പറയുന്ന ഒരു ഫാബ്രിക്കിൻ്റെ കറക്റ്റായിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ. മനസ്സിലായി? അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ബ്രീതബിൾ എന്തോന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണുമല്ലോ, മതി. അപ്പോൾ ഇതുപോലെ തന്നെ സ്കിൻ ഫ്രണ്ട്ലി എന്താണെന്ന് വെച്ചാൽ ഒന്നുമില്ല, സിമ്പിൾ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ഈ നമ്മുടെ ബോഡി സെൻസിറ്റീവ്, ചില ആളുകൾക്ക് ഭയങ്കര സെൻസിറ്റീവായിട്ടുള്ള സ്കിന്നുണ്ട്. മിക്ക ആൾക്കാർക്കും അങ്ങനത്തെ പ്രോബ്ലം ഇപ്പം ഉണ്ട്. കാര്യം എന്ന് വെച്ചാൽ നമ്മളുടെ ഇവിടുത്തെ ക്ലൈമറ്റ് മിക്കപ്പോഴും നമുക്ക് ചൂടാണ്. അപ്പോൾ ഈ ചൂടത്ത് ഈ സെൻസിറ്റിവിറ്റി, സ്കിൻ ഇറിറ്റേഷൻ സ്ഥിരം ഉണ്ടാകുന്ന പരിപാടിയാണ്. അപ്പം ഈ സ്കിൻ ഫ്രണ്ട്ലി ഫാബ്രിക് എന്ന് പറയുന്ന സാധനം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ തന്നെ നമുക്ക് എന്താ പറയുക, നമുക്ക് യാതൊരു വിധത്തിലും ഇറിറ്റേഷൻ ഉണ്ടാകത്തില്ല. മനസ്സിലായില്ലേ? ഭയങ്കര ശരിക്കും അതിൻ്റെ വാക്ക് പോലെ തന്നെയാണ്, സ്കിൻ ഫ്രണ്ട്ലിയാണ്. നമുക്ക് ഇറിറ്റേഷൻ ഒന്നും ഉണ്ടാകത്തില്ല. നമുക്ക് ഇടുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും, ഇറ്റ് ഈസ് വെരി സ്കിൻ ഫ്രണ്ട്ലി. നമുക്ക് അറിയാൻ പറ്റും, നമുക്ക് യാതൊരു വിധത്തിലുള്ള ഒരു ഡിസ്കംഫർട്ട് ഒന്നും ഉണ്ടാകത്തില്ല. മനസ്സിലായില്ലേ? അപ്പം അതാണ് സ്കിൻ ഫ്രണ്ട്ലി. അപ്പോൾ ഈ രണ്ട് സംഭവങ്ങൾ, ബ്രീതബിൾ ഫാബ്രിക്കും സ്കിൻ ഫ്രണ്ട്ലി ഫാബ്രിക്കും, ഈ രണ്ട് സാധനങ്ങളാണ് ബേസിക് സംഭവങ്ങൾ. ഓക്കെ, ഇത് രണ്ടും ഒരു ടീഷർട്ടിന് ജെന്യുവൻലി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ണടച്ച് ധൈര്യമായിട്ട് ആ ടീഷർട്ട് അങ്ങ് എടുക്കുക. പിന്നെ അതിൻ്റെ ഡിസൈനും കൂടെ നോക്കിയാൽ മതി. പിന്നെ നിങ്ങളുടെ റിക്വയർമെൻറ്റ്, നിങ്ങളുടെ ഓരോരുത്തരുടെ റിക്വയർമെൻറ്റ് മാറി വരും. അതിനനുസരിച്ച് നിങ്ങളങ്ങ് എടുക്കുക. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ എൻ്റെ ബ്രാൻഡ് ZH എന്ന് പറഞ്ഞ എൻ്റെ ബ്രാൻഡിൽ ഞാൻ നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്ന ടീഷർട്ട് എന്ന് പറയുന്ന സാധനം ജെനുവൻലി ഞാൻ പറഞ്ഞ പോലെ, അപ്പോൾ ഞാൻ പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നില്ല, പ്രോപ്പർലി ടെസ്റ്റഡും ക്വാളിറ്റി ചെക്സ് എല്ലാം കഴിഞ്ഞ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു സാധനമാണ്. നിങ്ങൾക്കത് വാങ്ങി എന്താ പറയുക, ഒരു തവണയെങ്കിൽ വാങ്ങി നമ്മുടെ ഫാബ്രിക് ഇടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. അതായത് പ്യുവർ കോട്ടനാണ്, ബ്രീതബിൾ മെറ്റീരിയലാണ്, ബ്രീതബിൾ ഫാബ്രിക്കാണ്, സ്കിൻ ഫ്രണ്ട്ലിയാണ്. ഈ 3 സാധനം എൻ്റെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് 100% ഗ്യാരൻറ്റിയാണ്. മനസ്സിലായില്ലേ? കാരണം നിങ്ങൾ ആ ഫാബ്രിക് ഇടുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും ഫാബ്രിക് പ്രീമിയം ഫാബ്രിക്കാണ്. നിങ്ങൾക്ക് ഇടുമ്പോൾ തന്നെ മനസ്സിലാവും പ്യുവർ കോട്ടനാണ്, 100% പ്യുവർ കോട്ടൺ. നിങ്ങൾക്ക് ഇടുമ്പോഴേ അത് മനസ്സിലാവും. പിന്നെ നിങ്ങളൊരു ദിവസം അത് ഉപയോഗിക്കുമ്പോൾ, നിങ്ങളത് യൂസ് ചെയ്യാൻ നിങ്ങൾ പുറത്തൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ്, പക്ഷേ നിങ്ങൾക്ക് ചൂടെടുക്കില്ല, എയർ ഫ്ലോ ഉണ്ട്, ബ്രീതബിളാണ്, ചൂടെടുക്കില്ല. വിയർത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വിയർത്ത് തന്നെ ഇരിക്കത്തില്ല, നിങ്ങൾക്ക് ആ സ്റ്റിക്കി ഫീലിംഗ് കിട്ടത്തില്ല, വിയർപ്പ് അബ്സോർബ് ചെയ്യും, ഫാബ്രിക് അബ്സോർബ് ചെയ്യും. പിന്നെ യു വിൽ സ്റ്റേ കൂൾ. മനസ്സിലായി? നിങ്ങൾ ചൂടായിട്ടിരിക്കില്ല, ബോഡി ടെമ്പറേച്ചറിന് ചൂട് തോന്നത്തില്ല ഫുൾ ടൈം, യു വിൽ സ്റ്റേ കൂൾ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും ഇതെങ്ങനെ ഇത്രയും കട്ടി മെറ്റീരിയൽ ഇത്രയും ചൂട് നിൽക്കാത്ത എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നും. അതാണ് ആ മെറ്റീരിയലിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ സ്കിൻ ഫ്രണ്ട്ലി, നിങ്ങൾക്ക് ഇറിറ്റേഷനോ അങ്ങനത്തെ യാതൊരു സംഭവം വരത്തില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. മനസ്സിലായി? ഇത്രയും മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. പിന്നെ നമ്മുടെ ഡിസൈൻസ്, നമുക്ക് പലതരം ഡിസൈൻസ്, കളേഴ്സ്, നമുക്ക് എല്ലാ കളേഴ്സും ഉണ്ട്. വി ഹാവ് എ ലോട്ട് ഓഫ് ഷെയ്ഡ്സ് ആൻഡ് വി ഹാവ് എ ലോട്ട് ഓഫ് ഡിസൈൻസ്. ആസ് ഇൻ നമുക്ക് നമ്മളുടെ സൈഡിൽ നിന്ന് കുറേ ഡിഫോൾട്ട് പ്രിൻറ്റ്സ്, ഡിസൈൻസ് ഒക്കെ നമ്മൾ ഇറക്കുന്നുണ്ട്. അത് നിങ്ങൾ ഓൺലൈനിൽ നിന്ന് കാണാൻ പറ്റും. നമ്മളിപ്പോൾ ആമസോണിലുണ്ട്. ആമസോണിൽ കയറി നിങ്ങൾ ZH എന്ന് ടൈപ്പ് ചെയ്താൽ മതി. ZED പിന്നെ സ്പേസ് AITCH ZH നിങ്ങൾ ടൈപ്പ് ചെയ്താൽ നമ്മുടെ പ്രോഡക്റ്റ്സ് എല്ലാം വരും. ആമസോണിലുണ്ട്. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റയിൽ നമ്മുടെ ലിങ്ക് കിടപ്പുണ്ട്. അപ്പോൾ അതിനകത്ത് നിന്ന് കയറിയാൽ നമ്മുടെ വാട്സാപ്പ് ബിസിനസ് അക്കൗണ്ട് ഉണ്ട്. അതിനകത്ത് നിന്ന് നിങ്ങൾക്ക് നമ്മുടെ ടീഷർട്ട്സ് എല്ലാം കാണാൻ പറ്റും. നല്ല മഴ കേട്ടപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് അതിനകത്ത് നിന്ന് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും നമുക്ക് എന്തൊക്കെ ഡിസൈൻസാണ്. നമുക്ക് പല ടൈപ്പ് ഡിസൈൻസ് ഉണ്ട്. എന്താ പറയുക, ഒരു മൊണോട്ടോണസ് ഡിസൈനിൽ നമ്മൾ നിൽക്കുന്ന പരിപാടിയില്ല. നമ്മൾ ഡിസൈൻസ് ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കും. വിവിധ തരം ഡിസൈൻസ് നമുക്കുണ്ട്. പിന്നെ ഇതിന് പുറമെയായി നിങ്ങൾ കസ്റ്റം ഡിസൈൻസ് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസൈൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ നമ്മൾ ആ ഡിസൈൻ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഇഫ് യു ഹാവ് എ പെർട്ടിക്കുലർ ഡിസൈൻ വിത്ത് യു ക്യാൻ ഗിവ് us the ഡിസൈൻ. നമ്മൾ ആ ഡിസൈൻ പ്രിൻറ്റ് ചെയ്ത് തരും. ഇനി അതല്ല, ഇഫ് യു ഹാവ് എൻ ഐഡിയ, ഇപ്പോൾ നിങ്ങൾക്കൊരു ഡിസൈൻ ചെയ്യണം എന്നാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ടെൽ us the elements that you have in your mind. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സാധനം ചെയ്യണം, എന്ത് ഡിസൈനാണെന്ന് അറിയത്തില്ല, പക്ഷേ ഇന്ന എലമെൻറ്റ്സ് ഉണ്ട്, നമുക്ക് ഡിസൈൻ ചെയ്ത് തരാമോ, നമ്മൾ ഡിസൈൻ ചെയ്ത് തരും. അപ്പം അങ്ങനത്തെ എല്ലാ പരിപാടിയും ഉണ്ട്. അപ്പം നമ്മളുടെ ഡിസൈൻസ്, നിങ്ങളുടെ കസ്റ്റം ഡിസൈൻസ് എല്ലാം ചെയ്തു തരുന്നുണ്ട്. എല്ലാ കളേഴ്സും ഉണ്ട്. ഈ പറയുന്ന ഫാബ്രിക് നമുക്ക് 2 തരം ഫാബ്രിക് ഉണ്ട്. പ്യുവർ കോട്ടൻ്റെ തന്നെ 2 തരം ഫാബ്രിക് വരുന്നുണ്ട്. കട്ടി തുണിയും കുറച്ച്
കട്ടി കുറഞ്ഞ തുണി, അതായത് 240 GSM-ൻ്റെ പ്യുവർ കോട്ടനും അതുപോലെ 180 GSM-ൻ്റെ പ്യുവർ കോട്ടനും വരുന്നുണ്ട്. ഇതാണ് ബേസിക്കലി നമുക്ക് വരുന്ന മെറ്റീരിയൽസ്. പിന്നെ അല്ലാതെ നമുക്ക് ഇഷ്ടം പോലെ നമുക്കിപ്പോൾ ഈ യൂണിഫോംസും പിന്നെ അതുപോലത്തെ ഇഷ്ടം പോലെ നമ്മുടെ ഈ ക്രൂ മറ്റേ സ്റ്റുഡിയോ യൂണിഫോംസ്, സ്കൂൾ യൂണിഫോംസ്, ഇപ്പം കോർപ്പറേറ്റ് യൂണിഫോംസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ആവശ്യം ജേഴ്സി ടൈപ്പ് മെറ്റീരിയൽസ് എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അത് റിക്വയർമെൻറ്റ് പോലെ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതാണ് ബേസിക്കലി സംഭവം. അപ്പോൾ നിങ്ങൾക്ക് ബേസിക് ഐഡിയ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഓഫർ ചെയ്യുന്ന ടീഷർട്ട് എന്ന് പറഞ്ഞാൽ പ്യുവർ കോട്ടൺ ആയിട്ടുള്ള നല്ല പ്രീമിയം കോട്ടനാണ്. പ്രീമിയം കോട്ടൺ ആയിട്ടുള്ള ബ്രീതബിൾ ആയിട്ടുള്ള സ്കിൻ ഫ്രണ്ട്ലി മെറ്റീരിയൽ. ഞാൻ ഈ പറയുന്ന സാധനങ്ങളൊക്കെ എന്താണ് ഈ പറയുന്ന ഫീച്ചേഴ്സൊക്കെ നിങ്ങൾക്ക് ആ ടീഷർട്ട് വാങ്ങി ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ റിച്ച്നെസ് ഫീൽ ചെയ്യും, നിങ്ങൾക്ക് ആ മെറ്റീരിയൽ ആ ക്വാളിറ്റി ഫീൽ ചെയ്യും. അപ്പോൾ നിങ്ങൾ തന്നെ പറയും. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളത് വാങ്ങിയിടുമ്പോൾ നിങ്ങൾ തന്നെ പറഞ്ഞാൽ ഫീഡ്ബാക്ക് ആയിട്ട് എനിക്ക് പറയാം, ഇത് ഇങ്ങനെ നിങ്ങൾ പറഞ്ഞ സാധനമല്ല ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഞാൻ വാങ്ങിയ കാശ് മൊത്തം തിരിച്ചു ചെയ്യും. അതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഇതാണ് ഗൈസ്, ഞാൻ ഇനി കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല, കാരണം ഒരുപാട് ഇനി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവും. ഇതിപ്പോൾ ഇത്രയും നിൽക്കട്ടെ. ഇതാണ് നമ്മുടെ ഫാബ്രിക്കിൻ്റെ കാര്യം. ഇനി അതിൻ്റെ ഡിസൈൻസ് ഞാനിനി വേറൊരു വ്ളോഗിൽ വന്ന് ടീഷർട്ട്സ് കാണിച്ചു തരാം. എന്തൊക്കെ ടീഷർട്ട്സ് നമ്മുടെ കയ്യിലുണ്ട്, നമ്മുടെ സ്റ്റോക്ക് കാണിച്ചു തരാം, നമ്മളുടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രിൻറ്റ്സ്, പിന്നെ പ്രിൻറ്റിൻ്റെ ക്വാളിറ്റി അതൊക്കെ കാണിച്ചു തരാം. പിന്നെ അതുപോലെ ഒരു ടീഷർട്ടിൻ്റെ സ്റ്റിച്ചിങ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് വരുന്ന അല്ലെങ്കിൽ എലിമെൻറ്റ്സും സംഭവങ്ങളെല്ലാം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിന് നമ്മൾ വേറെ വ്ളോഗ് ചെയ്യാം. ഈ വ്ളോഗിൽ തന്നെ എല്ലാം കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിളി പറക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത് വേറെ വ്ളോഗ് ചെയ്യാം. തൽക്കാലം നിങ്ങൾ ഇനി കൂടുതൽ കിളി പറക്കാതെ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ മാത്രം മനസ്സിൽ വയ്ക്കുക. അപ്പോൾ ഇതൊന്നും നിങ്ങൾക്ക് കൺവേ ചെയ്യണമെന്നുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പം നമുക്ക് ഈ വ്ളോഗ് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം. ഐ ഹോപ്പ് ഇറ്റ് വാസ് എൻ ഇൻഫോർമേറ്റീവ് വ്ളോഗ് ആൻഡ് നിങ്ങൾക്ക് ഞാൻ ഉദ്ദേശിച്ച കാര്യം നിങ്ങൾക്ക് കൺവേ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. So thank you guys, thank you for your time, thank you for listening to me, and until the next video നമുക്ക് തൽക്കാലം ഗുഡ് നൈറ്റ് പറയാം അല്ലേ. അപ്പം ഗുഡ് നൈറ്റ് ഗൈസ്, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.